എടി പണ്ടത്തെ കാലത്ത് ആൾക്കാരെങ്ങനെ പൈസ ഉണ്ടാക്കിയെന്ന് അറിയാം. ഈ ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ കാണിക്കും, എന്നിട്ട് പറയും ഇയാൾക്ക് സർജറി വേണമെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ഈ അറബികളെ എത്രയോ ലക്ഷം രൂപ പറ്റിച്ചു പോയിട്ടുണ്ട്. ഒരു നാട്ടിൽ പണക്കാരായിട്ട് ഇരിക്കും. അതാരപ്പാ അങ്ങനെ? ഒരാളെ എനിക്കറിയാം, നിന്റെ അച്ഛൻ കണ്ണൻ. എന്നാണ് ഇനി ഞാൻ എന്തെല്ലാം കേൾക്കണം എൻ്റെ വിഘ്നേശ്വര. നന്നായി മോനെ നന്നായി. നിന്റെ ഭാര്യേൻ്റെ അച്ഛൻ പൈസക്കാരനായത് എങ്ങനെയാണ് നീ നാട്ടിലെല്ലാവർക്കും പറയാം. പക്ഷെ അത് തുറന്ന് പറയാൻ നീ കാണിച്ചൊരു ആർജവുണ്ടല്ല, അതാണ് ബെസ്റ്റ്. നിന്റെ നട്ടല്ല, അത് നട്ടല് ആൺകുട്ടി. താങ്ക് യു അച്ഛാ, താങ്ക് യു. ആരാ? എൻ്റെ അച്ഛനാ? മൈ ഫാദർ. വീഡിയോ വിളിച്ച ഇന്ത്യയാണ് മോനെ നട്ടല്. അയ്യോ മോനെ നീയാണേ ആൺകുട്ടി. അയ്യോ നിന്റെ നട്ടലിനെ കുറിച്ച് ഇവിടെ വൻ ചർച്ചയാണ് നമ്മളെ മുക്കിലല്ല, മാടിപൊളി നട്ടല്. എല്ലിവരെ ഇതെന്ത് കിട്ടില്ല നട്ടല്ല നിങ്ങളെ. എന്ത് കലക്കം പീസ് നട്ടല്ലാണോ നിന്റെ? എന്താണ് മോനെ നട്ടല്? ഇതാണ് നട്ടല്. കണ്ണാട്ടാ, ബർത്ത്ഡേ ആയിട്ട് നിന്റെ മോൾ എനിക്ക് തന്ന സമ്മാനം എന്തായാലും കലക്കിന്. അതിന് കണ്ണാട്ടൻ്റെ പിറന്നാൾ അടുത്ത മാസമല്ലേ? അഡ്വാൻസ് ബർത്ത്ഡേ. ആ ബാക്കിലത്തെ കക്കൂസിൽ ടൈൽസ് വെക്കാൻ വന്ന ബംഗാളിയില്ലേ, ആ ഓനിപ്പോൾ ഞാൻ പുറത്തിറങ്ങിയാലോ എന്നെ നോക്കിയിട്ടൊരു പരിഹാസിച്ചിരി. എന്നിട്ട് എന്നോട് ചോദിക്കുക ആപ്പ് ചോർ ഹേ ക്യാ. പണ്ടൊന്നും നമ്മളുടെ ടൈമൊന്നും ഇത്ര ഇന്ത്യക്കാരിലല്ല ഈ ഗൾഫിലൊന്നും. അഭിരാച്ച് തിന്ന ചോറാണ്. അപ്പോൾ ഞാൻ ചോറ് കൊണ്ട് ഒഴിച്ച് കഴിക്കാൻ മോരുബിഹേ, ചോറ് ബിഹേ മോരുബിഹേ. അപ്പോൾ പറഞ്ഞു ചോറല്ല ചോറ് നെയ്യേ, ആ ചോറ് കേൾക്കുക കള്ളൻ കേൾക്കുക. കള്ളൻ തന്നെ എന്താ അങ്ങനെ? എൻ്റെ മോള് ആളെ കൂട്ടുമ്പ് ചാനല് നോക്ക്. एक भगवान की तस्वीर दिखाएगा और बोलेगा इनको सर्जरी चाहिए. ऐसे बेचारे अरबी लोगों से लाखों रुपया लूटते थे और गांव में जाके अमीर बन के रहते थे. बाप रे, वो कौन है ऐसा? मेरे जान पहचान में तो एक बंदा है, तुम्हारा बाप कन्नन. ഹിന്ദി. ഇത് ഹിന്ദിയിൽ പറഞ്ഞാ? ആ ചെക്കന് ഇത് അയച്ചു കൊടുത്താരാന്നറിയാം. എൻ്റെ ബംഗാളിലോ എൻ്റെ മാമൻ. ബംഗാളിൽ ഭയങ്കര ഹീറ്റാവില്ല. ബംഗാളിൽ പഞ്ചാബ് ഗുജറാത്ത് സിന്ധ് മറാത്തി എല്ലാ സ്ഥലത്തും. ഇനി ആ ഭാഗത്തേക്ക് പോകണ്ട, വേറെ ഉണ്ട്, സന്തോഷിക്കണ്ട, വേറെ ഉണ്ട്. ഹിന്ദി റഷ്യൻ ഇത് ഇത് அந்த காலத்துல நிறைய பேர் எப்படி பணக்காரன்னு தெரியுமா உனக்கு? തെരിയുമടാ, എനിക്കെല്ലാം തെരിയും. ഈ കല്യാണം ആലോചന വന്നപ്പോൾ എനിക്ക് തെരിഞ്ഞിട്ടില്ല. അമ്മാടി, അത് യാര് കൊയ്യാളാ? எனக்கு தெரிஞ்ச ஒருத்தர் இருக்கா, തമിഴ്. உன் அப்பா கண்ணன். അവളെ തമിഴ്നാട്ടിൽ അച്ഛനെ കാണാൻ വേണ്ടി തമിഴില്. ആ അതാണ് ആ പാട്ട് ഓർക്കാൻ വന്ന തമിഴ് അന്ന നോക്കി ഒരു പരിഹാസിച്ചിരി. ഓ നിങ്ങളെ അറിയാലാ? പാട്ട ഓർക്കുന്ന തണ്ടക്കാരന് പോലും പരിഹാസം. അല്ല തീർന്നിട്ടില്ലല്ലോ, തമിഴ്നാട്ടിൽ മാത്രമല്ല, ഇനി തമിഴ്നാട്ടിലൊന്നും പോകണ്ട. കന്നഡ നോക്ക്, കന്നഡ. ദേവറേ, അത് യാരോ? ನಿಮ್ಮ ತಂದೆ ಕಣ್ಣನ್. ഈ പെണ്ണ് ഈ പെണ്ണ് ഇത് തെലുങ്കിൽ ചെയ്യുന്നുണ്ട്. ഓളെ തെലുങ്കിൽ അച്ഛനെ കാണിക്കാൻ വേണ്ടിട്ട്. మీ తండ్రి కണ്ണన్. എമി ఏమీ లేదు. ഇനി ഇന്ത്യയിൽ കണ്ണനില്ല. നിങ്ങളിങ്ങനെ വിഷമിക്കല്ല. അല്ല ഞാൻ ചിരിച്ചിട്ട് ഇങ്ങനെ ഓടാ എൻ്റെ അറബിയാ പറ്റി ഇത് കണ്ടിട്ട്. അവളോട് നമുക്ക് സംസാരിക്കാം. കണ്ണാന്ന് വിളിച്ച ആളുകളെടി അക്ഷരം വേറെ എന്തെങ്കിലും വിളിക്കും. നിങ്ങളിങ്ങനെ മനസ്സ് വിഷമിക്കല്ല. മക്കളില്ലാതെ ഉള്ളൂ. മരിപ്പാരിൻ്റെ മക്കളുണ്ടായിരുന്നു.
നീ നിന്റെ അച്ഛനെയാ പറഞ്ഞു നീ ഓർത്തിട്ടാണേ നീ. അമ്മ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ വീഡിയോ കണ്ടിട്ടില്ല. കളവ് പറയലാണ്, കളവ് പറയല്ല. നീ അല്ലേ വീഡിയോയിൽ മെയിന്, അപ്പൊ നിനക്കറിയില്ല വീഡിയോയിൽ എന്താ ഉള്ളതെന്ന്? അന്നോട് ജസ്റ്റ് വീഡിയോന്റെ കണ്ടന്റ് എന്താന്നേ പറഞ്ഞിട്ടുള്ളൂ അമ്മ. കണ്ടന്റ് നിന്റെ അച്ഛനെ വെച്ചിട്ടല്ലേ കണ്ടന്റ്? ഇതില്ലേ, ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ഫുൾ വീഡിയോ കാണുന്നു. പാനിന്റെ വീഡിയോ ചെയ്തിട്ട് നാണം കിടത്താൻ നിങ്ങൾക്ക് എന്റെ അച്ഛനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പോയത് എന്റെ അച്ഛന്റെ മാനാണ്. എന്ത് പറയുമ്പോ ഈ ഒറ്റക്കണ്ണ് വെച്ചിട്ടുള്ള നോട്ടമുണ്ടല്ല സുലു. ഈ വീഡിയോ എന്നെല്ലാം പറയുമ്പോൾ ഒരു ബ്ലാക്ക് ഹ്യൂമർ ആയിട്ടുള്ള എടുക്കണം. പിന്നെ ഇതെല്ലാം ഒരു മേക്ക് ബിലീഫ് അല്ലേ? ഞാനൊന്നും പറയുന്നില്ല. മേക്ക് ബിലീഫ് ചെയ്ത് എന്റെ അച്ഛൻ നാണം കിട്ടും നാട്ടില്. ഇനി ഏതെങ്കിലും ഭാഷ ഉണ്ടോ ഇറക്കാൻ ബാക്കി? അടുത്ത ആഴ്ച സിംഗളപ്പതിപ്പ് ഇറക്കണം എന്നുണ്ടായിരുന്നു, പാൻ വേൾഡ് ആക്കാൻ. മംഗളായി. ഇനി ശ്രീലങ്കയിലും കൂടി നിങ്ങൾക്ക് എന്റെ അച്ഛൻ നാട്ടിക്കണോ അല്ലേ? നീ പോണയായിരുന്നു, നീ ആന്നല്ലോ ഓളവായി. എന്റെ തങ്കമ്മായി ഞാൻ പറയട്ടെ, സുലുവേച്ചി ഈ വളിപ്പ് വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിലും ഇമാതിരി വളിപ്പ് വീഡിയോ ഒന്നും ഒരു കാണയില്ല. സുലുവേച്ചിക്ക് നല്ല വിഷമമുണ്ട്. സുലുവേച്ചി വീഡിയോ കണ്ടിട്ടില്ല. ഇത് ദിനേശാട്ട സുലുവേച്ചിനെ ചതിച്ചതാണ്. പിന്നെ ഉണ്ടല്ലോ തങ്കമ്മായി, ഈ വീഡിയോയിൽ കണ്ണമാമന്റെ പേര് പറയുന്ന ഭാഗമല്ലേ, അതവര് കട്ട് ചെയ്യൂ. എന്നിട്ട് ആ സ്ഥലത്ത് വേറെ പേരാ വിടുവാ. അപ്പൊ ഹിന്ദിയിലും തമിഴിലും കന്നഡയിലും തെലുങ്കിലല്ലോ? എന്റെ അമ്മായി എല്ലാ ഭാഷയിൽ നിന്ന് ഈ കണ്ണമാമന്റെ പേര് മാറ്റിയിട്ട് വേറെ ആരെങ്കിലും തലയിലിടും. പിന്നെ ഉണ്ടല്ലോ തങ്കമ്മായി, അവര് പരസ്യമായിട്ട് മാപ്പ് പറയും. ഞാനാണ് ആ മാപ്പ് എഴുതി കൊടുത്തിട്ട്. പറഞ്ഞാ ഓക്കും കൊള്ളാം, അല്ലെ ഓളെ പേര് റേഷൻ കാർഡിൽ നിന്ന് വെട്ടും. തങ്ക പറയുന്നു. സുലു സുലു ഇതാ നോക്ക്, റീ എഡിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. 24 മണിക്കൂർ കൊണ്ട് 1 മില്യൺ വ്യൂസാണ്. ഇതുവരെ നമുക്കിങ്ങനെ കിട്ടിയിട്ടില്ല. പിന്നെ അതുമാത്രമല്ല, നമ്മളെ വീഡിയോ കണ്ടിട്ട് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയാത്ത ആ ചാനലിലെ പ്രേമാൻറ്റി ഇല്ലേ, അവരെന്നെ വിളിച്ചിട്ട് ഇതുവരെ ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടില്ല. പിന്നെ ചെറുവത്തൂരിലെ ബാബു അപ്പൻ, പിന്നെ ആ കുട്ടമ്മാമ സുധമ്മാമ, അങ്ങനെ എത്ര ആൾക്കാർ ഭയങ്കര അഭിപ്രായം. വെറുതെ എഡിറ്റ് ചെയ്തിട്ട് വെറുതെ കളയൊന്നും വേണ്ട, നല്ല വ്യൂസാണ് വരുന്നത്ര വരട്ട്. ഇവരെല്ലാം കുറേ കാലം അച്ഛനുമായി മിണ്ടാത്ത ടീംസാണ്. അച്ഛനെ എന്നാ പറഞ്ഞെന്ന് കേട്ട് രസിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെയും കണ്ടത്. എന്നിട്ടാണ് ഇങ്ങനെ നമുക്ക് വ്യൂസ് കൂടിയിനി. എനക്കങ്ങനെ തോന്നുന്നു. നമ്മൾ റീ എഡിറ്റ് ചെയ്യും, മാപ്പും പറയും. മാപ്പ്. എല്ലാ കലയും ഉത്കൃഷ്ടമാണ്. ഉത്കൃഷ്ടമായ ഒരു കലാസംവിധാനത്തിൽ അറിയാതെയെങ്കിലും ഞങ്ങളെ സ്നേഹിക്കുന്ന, എന്നെ പെറ്റുവളർത്തിയ അച്ഛനെ വിഷമിപ്പിക്കുന്ന ചില രംഗങ്ങൾ ഉണ്ടായി എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിൽ ഞങ്ങൾ നിർവ്യാജം ഖേദിക്കുന്നു. എല്ലാ കളിയും ഉത്കൃഷ്ടമാണല്ലോ. നിന്റെ ആ നട്ടലിന്റെ സ്ഥാനത്ത് ഒരു വായപ്പിണ്ടെങ്കിലും എടുത്ത് ബക്കടായിരുന്നു. നാണം കെട്ട പൊന്നേശ. അല്ല, അച്ഛന് വിഷമമായെന്ന് അറിഞ്ഞതിൽ ഞങ്ങൾ ഈ നട്ടല്ലെന്ന് കേട്ടിട്ടുണ്ടാടാ? നട്ടല് നിർവ്യാജം ഖേദിക്കുന്നുണ്ട്. പയ്യപ്പുറത്തുള്ള ബാക്കിൽ നട്ടല് അങ്ങനെ ഒരു സാധനം ഉണ്ട്. എനിക്കറിയില്ലായിരിക്കും. നാണം കെട്ട. ഇത്തരം കലാസൃഷ്ടികൾ കണ്ട് ഞങ്ങളെ വളർത്തിയത് നിങ്ങളാണ്. നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് വലുതാണ്. അത് ഞങ്ങൾക്ക് ഇനിയും വേണം. നാണമില്ലടാ, എനിക്ക് നാണം വേണം. നാണം വേണം. നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് വലുതാണ്, അത് ഞങ്ങൾക്ക് ഇനിയും വേണം. അപ്പോൾ മാപ്പ്. ഈ വീഡിയോയ്ക്ക് ശേഷം റീ എഡിറ്റ് ചെയ്ത വീഡിയോ ഞങ്ങളുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. എടി, പണ്ടത്തെ കാലത്ത് ആൾക്കാർ എങ്ങനെയല്ലോ പൈസ ഉണ്ടാക്കിയെന്ന് അറിയാം. ഈ ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ കാണിക്കും, എന്നിട്ട് പറയും ഇയാൾക്ക് സർജറി വേണമെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ഈ അറബികളെ ഇവന് എത്രയോ ലക്ഷം രൂപ പറ്റിച്ചു പോയിട്ടുണ്ട്. എന്നിട്ട് നാട്ടിൽ പണക്കാരായിട്ട് ഇരിക്കും. അതാരപ്പാ അങ്ങനെ? നമ്മളില്ലേ എൻ്റെ അച്ഛനെയാ? അല്ല